മദ്യ ഉപഭോഗം പരോക്ഷമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മദ്യ കമ്പനികൾ ഒരുക്കുന്ന പരസ്യങ്ങൾ നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്താൻ തയ്യാറായി ഇന്ത്യ. കാൾസ്ബെർഗ്, പെർനോഡ് റിക്കാർഡ്, ഡിയാജിയോ തുടങ്ങിയ കമ്പനികൾ നൽകുന്ന പരോക്ഷമായ പരസ്യങ്ങളും ഇവന്റുകൾ സ്പോൺസർ ചെയ്യുന്നതും ഉൾപ്പെടെ കാര്യങ്ങൾ നിരോധിക്കാൻ വേണ്ടിയാണ് പുതിയ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ പദ്ധതിയിടുന്നത്. മദ്യത്തിന് പകരം സോഡ, വെള്ളം, സംഗീത സിഡികൾ അല്ലെങ്കിൽ അവരുടെ പ്രധാന ഉൽപ്പന്നമായ മദ്യത്തിന്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന ലോഗോകളിലും ഷേഡുകളിലും അലങ്കരിച്ച ഗ്ലാസ്വെയർ പോലുള്ള അഭികാമ്യമല്ലാത്ത ഇനങ്ങളടങ്ങിയ പരസ്യമാണ് ഇപ്പോൾ പ്രധാനമായും കാണിക്കുന്നത്. ഈ നിയമം വന്നാൽ കമ്പനികൾക്ക് പിഴയും പുകയിലയുടെയും മദ്യത്തിന്റെയും പരസ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായി കണക്കാക്കുന്ന സെലിബ്രിറ്റികൾക്ക് നിരോധനവും കൊണ്ടുവരാൻ കഴിയും. നിയമം ഉപഭോക്തൃ കാര്യങ്ങളുടെയും കരട് നിയമങ്ങളുടെയും നിർമ്മാണത്തിലാണെന്നാണ് സൂചന. അന്തിമ നിയമങ്ങൾ 1 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷ. പരസ്യങ്ങൾ പകരമുള്ളതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കണ്ടെത്തിയാൽ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള അംഗീകരിക്കുന്നവർ പോലും ഉത്തരവാദികളായിരിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ മദ്യനിർമ്മാതാക്കൾക്ക് വലിയ മാറ്റത്തിന് ഭീഷണിയാണെന്നാണ് വിലയിരുത്തൽ. ലോകത്തിലെ 8ാമത്തെ വലിയ മദ്യവിപണിയാണ് ഇന്ത്യ. വാർഷിക വരുമാനം യൂറോമോണിറ്റർ കണക്കാക്കുന്നത് 45 ബില്യൺ ആണ്. 1.4 ബില്യൺ ജനങ്ങൾക്കിടയിൽ കിങ്ഫിഷർ ബിയർ നിർമ്മാതാക്കളായ യുണൈറ്റഡ് ബ്രൂവറീസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ത്യയെ ഒരു ലാഭകരമായ വിപണിയാക്കുന്നു. അതേസമയം പ്രമോട്ടർമാർ 1 വർഷം മുതൽ 3 വർഷം വരെ എൻഡോഴ്സ്മെന്റ് നിരോധനത്തിന് സാധ്യതയുണ്ട്. ലോകാരോഗ്യ സംഘടന പറയുന്നത് പൊതുജനാരോഗ്യത്തിന്റെ താൽപര്യം മുൻനിർത്തി മദ്യത്തിന്റെ പരസ്യങ്ങൾ നിരോധനമോ സമഗ്രമായ നിയന്ത്രണമോ ചെലവ് കുറഞ്ഞ നടപടികളോ ആണ് നടത്തേണ്ടതെന്നാണ്. 2019 5 ലിറ്റർ ആയിരുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ മദ്യ ഉപഭോഗം 2030 ഏകദേശം 7 ലിറ്ററായി ഉയരുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ ഏഷ്യൻ ഭീമനായ ചൈനയുടെ ഉപഭോഗം 5.5 ലിറ്ററായി കുറയും. ഇന്ത്യയിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ അതിൻ്റെ ജനസംഖ്യയുടെ ഓരോ 1,00,000 പേർക്കും 38.5 ആണ്. ചൈനയുടേത് 16.1 ആണെന്നും കണക്കുകളുണ്ട്.